എല്ലാവർക്കും നമസ്കാരം. +2 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈക്രോ എക്കണോമിക്സിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കമ്പോള സന്തുലിതാവസ്ഥ. വളരെ രസകരമായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ട പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമ്മളിപ്പോൾ ഡിമാൻഡിലുണ്ടായ ചേഞ്ചുകളെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞിരുന്നു. ബജറ്റിലുണ്ടായ മാറ്റങ്ങൾ പറഞ്ഞിരുന്നു. അതേമാതിരി ഡിമാൻഡിൽ വരുന്ന മാറ്റങ്ങൾ, ഡിമാൻഡിലും സപ്ലൈയിലും ഒരുപോലെ മാറ്റങ്ങൾ വരുന്നത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 രീതിയിലാണ് നമുക്ക് ഡിമാൻഡിലും സപ്ലൈയിലും ഒരുപോലെ മാറ്റങ്ങൾ വരുന്നത്. ഒന്നാമത്തത് ഡിമാൻഡിൽ മാത്രം മാറ്റം വരിക, ആ സമയത്ത് സപ്ലൈയിൽ ഒരു മാറ്റം വരില്ല. രണ്ടാമത്തെ രീതി സപ്ലൈയിൽ മാത്രം മാറ്റം വരിക, ആ സമയത്ത് ഡിമാൻഡിൽ ഒരു മാറ്റവും വരില്ല. എന്നാൽ മൂന്നാമത്തെ എന്താണ്, ഡിമാൻഡിലും സപ്ലൈയിലും ഒരു സമയത്ത് ഒരേപോലെ എന്ത് ചെയ്യുക, മാറ്റം വരിക. അങ്ങനെ 3 രീതിയിലാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഭാഗം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും ഗ്രാഫ് ആദ്യം വരയ്ക്കുക. സപ്ലൈ കർവാണ് ഈ വരച്ചിട്ടുള്ളത്. ഇനി ഡിമാൻഡ് കർവ്. ഇവിടെ നമുക്ക് പഠിച്ചതുപോലെ തന്നെ ഇക്വിലിബ്രിയം സംഭവിച്ചു. ഇവന് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ഒന്നാമത്തതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിമാൻഡിൽ വന്ന മാറ്റം, ഡിമാൻഡിൽ മാത്രം മാറ്റം വരിക. എന്നാൽ നേരെ തിരിച്ച് സപ്ലൈയിൽ മാറ്റം വരില്ല. സപ്ലൈയിൽ മാറ്റം വരാതിരിക്കുകയും ഡിമാൻഡിൽ മാത്രം മാറ്റം വരിക. ഡിമാൻഡിൻ്റെ കർവ് എന്ത് ചെയ്തു, ഡിമാൻഡിൻ്റെ കർവ് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഡിമാൻഡിൻ്റെ കർവ് എന്താക്കുക, റൈറ്റ് സൈഡിലേക്ക് പോവുക. അങ്ങനെ ഒന്നാമത്തെ നോക്കുക, D1 ആയിട്ട് മാറുക. എന്താ D1 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ സംഭവിച്ചെന്താ, ഇക്വിലിബ്രിയം സംഭവിച്ചത് എന്തായി, ഇവിടെയായി ഇക്വിലിബ്രിയം അഥവാ E1 ആയിട്ട് മാറി. അപ്പോൾ E1 ആയിട്ട് മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, പിയിൽ നിന്ന് P1 ആയിട്ട് ക്യാഷ് കൂടും. നേരെ തിരിച്ച് ക്യൂവിൽ നിന്ന് Q1 ആയിട്ടും എന്ത് ചെയ്തു, ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി. അഥവാ ചിലപ്പം ഇങ്ങനെ എക്സാമിന് ചോദിക്കും, സപ്ലൈയിൽ മാറ്റം വരാതിരിക്കുകയും ഡിമാൻഡിൻ്റെ കർവ് റൈറ്റ് സൈഡിലേക്ക് മാറ്റം വരുന്നത് ഗ്രാഫിലൂടെ വിശദീകരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് മാറി. അപ്പോൾ ഇനി നേരെ തിരിച്ച് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഇതിപ്പോൾ റൈറ്റ് സൈഡിലേക്കല്ല മാറിയത്, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തായി, ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, റൈറ്റ് സൈഡിലേക്ക് മാറി D1 ആയിട്ട് മാറി. ഇപ്പോൾ ഇക്വിലിബ്രിയം സംഭവിച്ചത് ഇവിടെ ആയി, E1 എന്നുള്ള പേര് കൊടുത്തു. E1 ആയിക്കഴിഞ്ഞാൽ പിയിൽ നിന്ന് P1 ആയിട്ട് ക്യാഷ് കുറഞ്ഞു. ഇവിടെ നേരത്തെ കൂടുകയോ ചെയ്തിരുന്നു, ഇപ്പോൾ ക്യാഷ് കുറയും, Q1 ആയിട്ട് കുറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഡിമാൻഡിൽ മാത്രം മാറ്റം വരുന്ന സമയത്തായിരുന്നു. ഇനി സപ്ലൈയിൽ മാത്രം മാറ്റം വരിക. ഇനി പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് വളരെ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ്. ഇനി ഡിമാൻഡിൽ മാറ്റം വരാതിരിക്കുകയും സപ്ലൈയുടെ കർവ് എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലേക്ക് മാറുകയും ചെയ്യുക. സപ്ലൈയുടെ കർവ് ഇതാണ്, റൈറ്റ് സൈഡിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ S1 ആയിട്ട് മാറി. എന്താ സംഭവിച്ചു, ഇക്വിലിബ്രിയം ഇവിടെ സംഭവിച്ചു. ഇക്വിലിബ്രിയം സംഭവിച്ചതിന് E1 എന്നുള്ള പേര് കൊടുത്തു. E1 എന്ന പേര് കൊടുത്തു. E1 ആകുമ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, കുറഞ്ഞു, ക്വാണ്ടിറ്റി എന്ത് ചെയ്തു, കൂടി. നേരെ തിരിച്ച് ഇനി റൈറ്റ് സൈഡിലേക്കാണ് മാറിയത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഡിമാൻഡിൻ്റെ കർവിൽ മാറ്റമില്ല, സപ്ലൈയുടെ കർവ് എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക് മാറി. അപ്പോൾ S2 എന്ന് പേരായി. S2 എന്ന് പറയും. ഇക്വിലിബ്രിയം സംഭവിച്ചത് ഇവിടെ എന്ത് ചെയ്തു, E2 എന്നുള്ള പേര് കൊടുത്തു. എന്താ സംഭവിക്കുക, പ്രൈസ് P2 ആയിട്ട് പ്രൈസ് കൂടി, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്തായി, Q3 ആയിട്ട് ക്വാണ്ടിറ്റി എന്ത് ചെയ്തു, കുറഞ്ഞും ചെയ്തു. അപ്പോൾ അതാണ് ഡിമാൻഡിലും സപ്ലൈയിലും വരുന്ന മാറ്റങ്ങൾ. ഇനി ഒരേ സമയത്ത് വരുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സപ്ലൈ കർവ് വരച്ചു.
ഡിമാൻഡ് കർവും വരച്ചു. ഒരേ സമയത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും റൈറ്റ് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ D1 ആയിട്ട് എന്ത് ചെയ്തു, D1 ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് മാറി, സപ്ലൈയുടെ കർവ് റൈറ്റ് സൈഡിലേക്ക് മാറി. ഒരേ സമയം ഇക്വിലിബ്രിയം സംഭവിച്ചത് ഫസ്റ്റ് എവിടെയാണ്, ഇവിടെയാണ് ഇക്വിലിബ്രിയം സംഭവിച്ചത്. അപ്പോൾ ഡിമാൻഡിൻ്റെ കർവ് എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലേക്കും പോയി, സപ്ലൈയുടെ കർവ് റൈറ്റ് സൈഡിലേക്കും ഒരേ സമയം രണ്ടും റൈറ്റ് സൈഡിലേക്ക് മാറ്റം വന്നു. അപ്പോൾ എന്താ സംഭവിക്കുക, S1 എന്താ സംഭവിച്ചു, ഇക്വിലിബ്രിയം സംഭവിച്ചത് എവിടെയായി, ഇക്വിലിബ്രിയം സംഭവിച്ചത് ഇവിടെയായി. ഇവിടെ ആവുന്ന സമയത്ത് അതിൻ്റെ പ്രൈസിൽ എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുന്നില്ല, മറിച്ച് എന്തിലും മാറ്റം വരുന്നുണ്ട്, ഡിമാൻഡ് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിമാൻഡിൻ്റെ കർവ് സപ്ലൈയുടെ കർവും എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ പ്രൈസിലും ക്വാണ്ടിറ്റിയിലും എന്ത് മാറ്റമാണ് വരിക. ഇനി ഡിമാൻഡിൻ്റെ കർവ് റൈറ്റ് സൈഡിലേക്കും സപ്ലൈയുടെ കർവ് ലെഫ്റ്റ് സൈഡിലേക്കും മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഡിമാൻഡിലും ഇക്വിലിബ്രിയം പ്രൈസിലും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിലും എന്ത് സംഭവം മാറ്റമാണ് വരിക. അതേപോലെ നേരെ ഓപ്പോസിറ്റ് അത് എഴുതിയിട്ടൊന്ന് ഫോട്ടോ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, അയക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.